ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. രമേശ് ചെന്നിത്തല എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ लंबे समय के लिए घर से बाहर गए और लौटते ही सबसे पहले टॉयलेट साफ करना पड़ेगा. अब नहीं, ब्लू बबल टॉयलेट क्लीनर കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായിരിക്കുന്നു. ഈ മന്ത്രിസഭയിൽ രണ്ടാമൻ യഥാർത്ഥത്തിൽ ഘടകകക്ഷി നേതാവെന്ന നിലയിൽ കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും കരുത്തുറ്റ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അതിശക്തനായ ഒരു മന്ത്രിയായി എന്തായാലും രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ആഭ്യന്തരവും വിജിലൻസുമാണ് രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യപ്പെടാൻ പോകുന്ന വകുപ്പുകൾ. അത് ഔദ്യോഗികമായി ഗസറ്റ് നോട്ടിഫിക്കേഷനായി മുഖ്യമന്ത്രിയുടെ ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഉത്തരവെന്ന നിലയ്ക്ക് വരും. ഹരിപ്പാടിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തിയ ചരിത്രം രമേശ് ചെന്നിത്തലയ്ക്ക് 6 തവണയാണ്. ഇത് 6ാം തവണയാണ് ഹരിപ്പാട് നിന്ന് അദ്ദേഹം വരുന്നത്. മന്ത്രിപദത്തിൽ 3ാം ഊഴമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് എന്നുള്ളത് കാണുക. മാവേലിക്കര MP ആയ ചരിത്രം ഇതിനു മുൻപ് ചെന്നിത്തലയുടെ ട്രാക്ക് റെക്കോർഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലുണ്ട്. ഹരിപ്പാടായാലും മാവേലിക്കരയിലായാലും മത്സരരംഗത്ത് പരാജയവും രുചിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല. സംഘടനാ രംഗത്ത് വലിയ നീണ്ട പ്രൊഫൈൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അത് ദേശീയ തലത്തിലെ പ്രവർത്തനമുണ്ട്. വിദ്യാർത്ഥി സംഘടനാ കാലം തൊട്ട് ഇങ്ങോട്ട് സംസ്ഥാന തലത്തിൽ KPCC വരെ എത്തി നിൽക്കുന്ന പ്രവർത്തന പാരമ്പര്യം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. 1982 26ാം വയസ്സിൽ ഹരിപ്പാട് MLA ആയാണ് അദ്ദേഹം തുടങ്ങിയത്. 29ാം വയസ്സിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി എന്ന റെക്കോർഡ് കൂടി രമേശ് ചെന്നിത്തലയുടെ പേരിലുണ്ട് എന്നുള്ളതാണ്. അത്ര